ഹായ് ഹലോ, ഞാൻ ഒരു 3 ടൈപ്പ് ഓഫ് ഫേസ് മാസ്ക് ആണ്. ഓക്കെ, ക്ലിയർ സ്കിന്നിന് വേണ്ടിയുള്ളതാണ്. ബിക്കോസ് എല്ലാവർക്കും ആഗ്രഹമാണ് സ്പോട്ട്ലെസ് സ്കിൻ, അതായത് മാർക്കില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള സ്കിൻ വേണം. നമ്മൾ കൊറിയൻ സ്കിൻ എന്നൊക്കെ പറഞ്ഞ് ഓടുന്നുണ്ടല്ലോ. സോ കൊറിയൻ സ്കിന്ന് നമുക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മേ ബി ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് നല്ല അതുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര വയസ്സാണെങ്കിലും, ഈവൻ ഇഫ് യു ആർ 50 ഓൾസോ 55 or whatever may be your age, definitely you can try this. But try ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 month എങ്കിലും ട്രൈ ചെയ്തിട്ട് വേണം റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് പറയാനായിട്ട്. ഞാനിത് ഓഫൺ ട്രൈ ചെയ്യാറുള്ളതാണ്. ആക്ച്വലി ഞാനിത് ബോഡി പാക്കായിട്ടും കൂടെ ഇടാറുള്ളതാണ്. ഫേസിലും ഞാനിപ്പോൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫേസിലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റൈസ്, ക്യുക്കുംബർ, ഹണി, കോക്കനട്ട്, ആലുവേറ ജെൽ, പിന്നെ കുറച്ച് ഗോതമ്പ് മാവും കൂടെ, വീറ്റ് ഫ്ലോർ കൂടെ നമ്മൾ ലാസ്റ്റ് പാക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് പാക്കിലേക്ക് വേണ്ടത് കുറച്ച് റൈസ് എടുത്തിട്ട് ഒരു 1 hour സോക്ക് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഏത് ടൈപ്പ് റൈസ് ആണെങ്കിലും ഓക്കെ, ഇന്ന റൈസ് വേണം എന്നൊന്നുമില്ല. കയ്യിൽ ഏത് റൈസാണ് അവൈലബിൾ അതിലേതെങ്കിലും ഒരു റൈസ് നിങ്ങളുടെ ആവശ്യത്തിന് മിക്സിയിൽ അരയ്ക്കുന്ന അനുസരിച്ച് അരച്ചെടുത്തിട്ട് നല്ല കുറുകെ അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് അലോവേറ ജെല്ലും കുറച്ച് ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 10 to 15 മിനിറ്റ്സ് മതി കേട്ടോ. കുറച്ച് ഡ്രൈ ആകാനായിട്ട് നിൽക്കണ്ട. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് അത്രയ്ക്ക് പോവണ്ട. ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, കുളിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ മുടിയൊന്നും കെട്ടിയൊന്നും വെച്ചൊന്നുമില്ല. ഏതായാലും കുളിക്കാൻ പോവുകയാണ്. പിന്നെ എനിക്ക് മുടി ലൂസ് ഹെയർ ഇടുന്നതാണ് എൻ്റെ കോൺഫിഡൻസ്. സോ ഞാൻ അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഈ സാധനം എനിക്ക് വീറ്റ് ഹെയർ റിമൂവറിൻ്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ്. അതുകൊണ്ട് റിമൂവ് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാൻ എളുപ്പമായിരിക്കും. ഇതെൻ്റെ ഒരു കുറുക്ക് വഴിയാണ്. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി വാഷ് ചെയ്താലും ഓക്കെ. എനിക്ക് വാഷ്റൂം വൃത്തികേടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. വൺ തിങ് ഞാൻ മറന്നുപോയി പറയാനായിട്ട്, എന്ത് പാക്കാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് തന്നെ ഈ പാക്കുകളെല്ലാം അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പിമ്പിൾസ് വരും. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് ബോഡി ബാത്ത് മാത്രം എടുത്തുകൊണ്ട് ഹെയർ ഒക്കെ ഇങ്ങനെ ആയിട്ട് അതൊന്നും ഡോണ്ട് മൈൻഡ്. സോ സ്കിന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു ഫോളോ വിത്ത് മോയ്സ്ചറൈസർ. ഓക്കെ, നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസറാണ് നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കുക. ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർ ഷെത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കണം. ഒരു ട്യൂബ് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ സ്കിന്നിന് മാച്ചാവോ മാച്ചാകത്തില്ല എന്നുള്ളത്. സോ വി ക്യാൻ ഗോ ടു ചാപ്റ്റർ 2. ഇതിൽ വന്നിട്ട് അലോവേറ ജെൽ ഫസ്റ്റ് ഒരു തിൻ ലെയർ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ മാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ വീക്ക്ലി 2 times ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഇത് 2 times അല്ല, ഏതെങ്കിലും ഒന്ന് വീക്ക്ലി 2 times ചെയ്ത് നോക്കുക. കുക്കുംബറൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകണം. കുക്കുംബർ നല്ല തിൻ സ്ലൈസ് ചെയ്യണം. കുക്കുംബർ കഴിക്കുന്നതും സ്കിന്നിന് ഗ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മൾ സ്കിന്നിനെ മാത്രം നോക്കിയാൽ പോരാ, ഇൻടേക്ക്, അതായത് നമ്മൾ എന്താണ് കഴിക്കുന്നതെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ തിൻ ലെയർ ആണെങ്കിൽ മാത്രമേ അത് ഫേസിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ. അതുപോലെ ക്യുക്കുംബർ ജ്യൂസും നല്ലതാണ്. ഞാനിപ്പോൾ സോൾട്ട് ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത്, ഷുഗർ അവോയ്ഡ് ചെയ്താൽ ബെറ്റർ. ഓക്കെ, സ്ലൈസ് വെച്ചിട്ട് ഒരു 15 minutes റിലാക്സ്. യു ക്യാൻ ഹിയർ യുവർ ഫേവറേറ്റ് മ്യൂസിക്. ജസ്റ്റ് റിലാക്സ് 15 minutes. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ വാഷ് ഇറ്റ് ഓഫ്. ലാസ്റ്റ് ആ ക്യുക്കുംബർ സ്ലൈസസ് ഒക്കെ എടുത്ത് ഫേസിലൊന്നും ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫീലാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, കുറച്ചും കൂടെ ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ഇമ്മീഡിയറ്റ്ലി വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അത് മസ്റ്റാണ്. നിങ്ങൾ എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഫോളോ വിത്ത് മോയ്സ്ചറൈസർ വിച്ച് ഈസ് സ്യൂട്ടബിൾ ടു യുവർ സ്കിൻ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് മോയ്സ്ചറൈസർ ഈസ് suitable for your skin. Okay, so for each and every skin tone, otherwise skin node type, everything will be different. So please find out which is suitable for you. I am using Dr. Sheth product. So അതുകൊണ്ട് നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആകണം എന്നില്ല, ആകാതിരിക്കണമെന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചാപ്റ്റർ 3 എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് യോഗട്ടാണ്. യോഗട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വീറ്റ് ഫ്ലോർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അലോവേറ ജെൽ ആഡ് ചെയ്യും, കുറച്ച് ഹണി ആഡ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. സോ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കാണെന്നെങ്കിൽ കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതെനിക്ക് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, വീറ്റ് എന്ന് പറഞ്ഞ ഹെയർ റിമൂവറിൻ്റെ കൂടെ കിട്ടിയതാണ്. ബട്ട് എനിക്കിത് നന്നായിട്ട് ഉപയോഗമാകുന്നുണ്ട് ഇങ്ങനത്തെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ. സോ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് അഗെയിൻ 10 to 15 minutes ഇരുന്നിട്ട് ഫേസ് വാഷ് ചെയ്യുക. സോ ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് യോഗയും കൂടാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യും. നമുക്ക് നന്നായിട്ട് നമ്മളുടെ ബ്രെയിനൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ 15 minutes നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ മസ്റ്റാണ്. മോയ്സ്ചറൈസർ ഇട്ട് നോക്കുക. സോ ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 1 month കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ട് മാത്രമേ റിസൾട്ട് പറയാവൂ. കമൻ്റ് ഒക്കെ എഴുതാൻ സമയമില്ലെങ്കിൽ കൂടെ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. സോ ഇഷ്ടമായെങ്കിൽ കൂടെ കൂടിക്കൊള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എവിടുന്നാണ് നിങ്ങൾ കാണുന്നതെന്ന് എന്നോട് പറയാനെങ്കിൽ ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെയും കൂടെ കൂട്ടിയതിന് ഒരുപാട് താങ്ക്സ്.